ഹായ് ഹലോ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ട്രീ ചെയ്യാൻ പോകണം കേട്ടോ. ഒന്നല്ല രണ്ട്. അതെന്ത് വെച്ചാന്നല്ലേ, നമ്മൾ ബോട്ടിലൊക്കെ കഴുകുന്ന ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു ചെറിയ സാധനത്തിന് പോലും വെറുതെ വിടില്ല. അപ്പം ഇത് വാങ്ങിച്ചപ്പോൾ കൂടെ കിട്ടിയതാണ് ഈ കുഞ്ഞു സാധനം. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് ഭയങ്കര ടാസ്ക് ആയിരുന്നത്. ഇത് ഈ കട്ടർ ഉണ്ടായിട്ട് പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു കട്ട് ചെയ്യാൻ. കുറേ ടൈം പോയി. അങ്ങനെ അവസാനം അത് കട്ട് ചെയ്ത് കിട്ടി. ഇത് കട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ഈസിയാണ്. കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. എന്നാൽ അവസാനം കട്ട് ചെയ്തെടുത്തു. പിന്നെ അത് ഊരി പോവാതിരിക്കാൻ ഞാൻ പ്ലെയർ ഇട്ടിട്ട് ഒന്നും കൂടെ ടൈറ്റ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ട്രീയുടെ ആ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ ആ വിചാരിച്ച ഷേപ്പ് വരുന്നില്ല. എന്നിട്ട് അവസാനം ഞാൻ ട്രീയുടെ ഷേപ്പ് വരാൻ വേണ്ടി ഉരുക്കുകയാണ് ചെയ്തത് കേട്ടോ. മെഴുതിരി വെച്ചിട്ട് സൈഡ് ഇങ്ങനെ ഉരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അറ്റത്ത് കണ്ടോ, ക്യാമറ ഫോക്കസ് മാറുന്നുണ്ട്. അറ്റത്ത് ഇങ്ങനെ മുത്തുമുത്ത് പോലെ നമ്മളത് കരിക്കുമ്പോൾ, പ്ലാസ്റ്റിക് കരിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്നോ ചെയ്യാൻ പറ്റിയൊരു ലുക്കിലാണ് വന്നത്. അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഉരുക്കി കൊടുത്തപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ മുത്തുമുത്ത് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളറ് ആക്രിലിക് കളറായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് ആവും നല്ലത് കേട്ടോ. പോസ്റ്റർ കളർ പോവാൻ ചാൻസ് ഉണ്ട്. പ്ലാസ്റ്റിക് ബ്രഷ് അല്ലേ, അപ്പോൾ പോസ്റ്റർ കളർ പോവും. ആക്രിലിക്കോ അല്ലെങ്കിൽ ഫാബ്രിക്കോ ആണെങ്കിലും ഇരിക്കും. ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത വർഷമൊക്കെ യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കേടായി പോകുന്നില്ല, നമുക്ക് എടുത്ത് വെക്കാം. അപ്പം ഇങ്ങനെ ഫുള്ള് ഗ്രീൻ അടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മുത്തുമുത്ത് പോലെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ സ്നോ ഒക്കെ ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന പോലത്തെ ട്രീ അല്ലേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലെ ഈ വെള്ള കളർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്നോ കിടക്കുന്ന പോലെ അതിൻ്റെ അറ്റത്ത് കറക്റ്റായിട്ട് ആ മുത്ത് വന്നിട്ടുണ്ട്. അത് ഉരുക്കി കൊടുത്തത് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ആ മുത്ത് പോലെ വരില്ലായിരുന്നു. അപ്പം അങ്ങനെ അത് ഫുള്ള് വൈറ്റ് അടിച്ചപ്പോൾ ശരിക്കും ആ സ്നോ വീണ് കിടക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ട്, അത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിർത്തണ്ടേ. അപ്പോൾ അത് വൈറ്റ് സിമെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. MCയിലോ അല്ലെങ്കിൽ ക്ലേയോ എന്താണെങ്കിലും മതി. ഇപ്പോൾ വൈറ്റ് സിമെൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ടിഷ്യൂവിൻ്റെ നമ്മുടെ റോൾ ഉണ്ടാവുമല്ലോ, അതിലൊരു 1 ഇഞ്ച് കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ ഉറപ്പിച്ച് നിർത്തുകയാണ്. അതാണ് ഞാൻ സ്റ്റാൻഡായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് പിടിച്ചിരിക്കണേ, അല്ലെങ്കിൽ അത് ലൂസായി പോകും. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഫുള്ള് ഇരുന്നാലാണ് നന്നായിട്ട് ഉണങ്ങുള്ളൂ കേട്ടോ. വൈറ്റ് സിമെൻ്റ് അല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പോരും. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. ഇത് കുറച്ചൊന്ന് കട്ടി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് അത്രയും വീതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഒട്ടി വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു സ്റ്റാൻഡ് മതിയല്ലോ. അപ്പോൾ ദേ അങ്ങനെ നമ്മളത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ. അങ്ങനെ നമ്മൾ വൈറ്റ് കളറും കൂടെ കൊടുത്തപ്പോൾ ശരിക്കും ആ മഞ്ഞിൽ ട്രീ ഇരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് തോന്നിയൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ട്രീ റെഡിയായി. ദേ കുട്ടി ട്രീയും കൂടെ അങ്ങനെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അവസാനത്തെ ലുക്ക്. അപ്പോൾ ഇനി ഇതിലൊരു സ്റ്റാറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് വെറുതെ ഫോം ഷീറ്റിൽ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒന്ന് സിൽവറും ഒന്ന് ഗോൾഡും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഗോൾഡൻ സ്റ്റാർ സാധാരണ നമ്മുടെ ഡെക്കറേഷനിലൊക്കെ കിട്ടുന്ന ടൈപ്പാണ്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് എടുത്തപ്പോൾ എങ്ങനെ ഫൈനലായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 1-2 ക്രാഫ്റ്റും കൂടെ ചെയ്യാം. അങ്ങനെ അടുത്ത വീഡിയോസിൽ കാണാം. ടാറ്റാ, ബൈ, ഹാപ്പി ക്രിസ്മസ്.